Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. ഭാവിയിൽ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ നിങ്ങളിൽ ആരായിരിക്കും തുടങ്ങാൻ സാധ്യതയുള്ളത്? എന്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാനായിട്ട് തുടങ്ങുന്നില്ല, ഇവരോട് ചോദിച്ചു. പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഇത്രമാത്രം നെഗറ്റീവായിട്ട് പരത്തുന്ന ചില നിഗൂഢ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിലുള്ള നല്ല മനസ്സുകൾ തന്നെ അവരെ അടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. സിനിമയെ കുറിച്ച് കുറ്റം പറയുന്ന കാണുമ്പോൾ ഇവർക്ക് രണ്ട് പെട കൊടുത്താലോ എന്ന് തോന്നിയിട്ടുണ്ട്. വെറുതെ പെട വെറുതെ അതിനെ വളർത്താൻ വിട്ടത് മുട്ടയിട്ട് എന്തെങ്കിലും കോഴി വിരിഞ്ഞ് ഞാൻ പടക്കോഴിയുടെ കാര്യമാണ്. അതല്ലേ, ഞാൻ പൂവൻകോഴിയെ കുറിച്ചായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ധ്യാൻ ശ്രീനിവാസ് എന്ന് പറയുന്ന ഇന്റർവ്യൂ സ്റ്റാർ എവിടെ പോയി? ഞാനായിട്ട് ഒരുപാട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളല്ലേ? അതെ, മതിയായില്ല ഈ വീടിന്റെ നാഥൻ. അനിയനായിട്ട് ധ്യാൻ ശ്രീനിവാസിനെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് ആരുടെ തീരുമാനം? മലയാളി ഫ്രം ഇന്ത്യയില് അവിടുന്ന് സെലക്ട് ചെയ്തതാണ് ധ്യാനെ. എന്നെ മഞ്ജുന് ബുക്ക് ചെയ്തു, ധ്യാനെ ഫ്രീ ആയിട്ട് എങ്ങനെയാ ബൈ വൺ ഗെറ്റ് വൺ ബൈ ഒറിജിനൽ മെമ്പർഷിപ്പിൽ 2 കണ്ടസ്റ്റൻസ് വന്നു. അവനിപ്പോ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു, 2 കണ്ടസ്റ്റൻസ് വന്നിട്ട്. അപ്പൊ ഞങ്ങൾ ആരെയും ചോദിച്ചു അറിയോ എന്ന് ചോദിച്ചപ്പോ തിരിഞ്ഞു ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്റർവ്യൂസ് റിയൽ ലൈഫിലും ഞാനൊരു മോളിൽ പോയാലും ഒരു സിനിമ കാണാൻ പോയാലും ഒന്നും ഞാൻ മേക്കപ്പ് ഇടാറില്ല. അതുകൊണ്ട് ആർക്കും മനസ്സിലാവാം ഞാൻ ഉണ്ടോ അല്ല അങ്ങനെയാണോ വീണ്ടും ഉദ്ദേശിച്ചത്? ഒരു പുതുമുഖ താരം, ആ പുതുമുഖ താരത്തിന് ഇവരെയൊക്കെ വെല്ലുന്ന രീതിയിൽ അഭിനയിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞങ്ങളതിന് കൊടുത്തപ്പാ. പ്രൊഡ്യൂസറിനോട് ഒരു ബാർഗൈനിങ് നടത്താതെ റെമ്യൂണറേഷന് ഓക്കെ പറഞ്ഞതാര്? നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല. നമ്മൾ ഈ സിനിമയെ കുറിച്ച് മാത്രമേ സംസാരിച്ചു. അതെ, നിങ്ങൾ പൈസ ഇല്ലാതാണോ സിനിമയൊക്കെ ചെയ്യുന്നത്? നമ്മള് ഏത് IT ആണോ ED ആണോ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു മഞ്ജു ചേച്ചി, ദിലീപ് ഏട്ടൻ ആൻഡ് ഞങ്ങളുടെ സ്വന്തം ചിഞ്ചുറാണി. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഞാൻ ഇന്നാണ് ആ സിനിമ കണ്ടത്. വളരെ ജെനുവൻ ആയിട്ടുള്ള കുറേ ലാഫുകൾ തന്ന ഒരു സിനിമ. പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഇത്രമാത്രം നെഗറ്റീവായിട്ട് പരത്തുന്ന ചില നിഗൂഢ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ശക്തികളുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിലുള്ള നല്ല മനസ്സുകൾ തന്നെ അവരെ അടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. എന്താല്ലേ ചേച്ചി, നിങ്ങൾ ഇങ്ങനെയുള്ള അനാവശ്യ പ്രചോദനങ്ങൾ കൊടുക്കരുത് കേട്ടോ. ചേച്ചിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഏത് നിഗൂഢ ശക്തികളാണ് ഇത്രയും നല്ലൊരു? എനിക്ക് തോന്നാത്ത കാര്യം ഈ സിനിമയിലെ വെച്ച് ചേച്ചിക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഞാൻ മാറ്റി പിടിക്കാം. ചിഞ്ചുറാണി എന്നാലും എന്റെ ചിഞ്ചുറാണി എവിടുന്ന് വരുന്ന ഈ എനർജിയൊക്കെ? ആ ഡാൻസിലൊക്കെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ആ ലെവൽ എനർജി അത് എവിടെ നിന്നായിരുന്നു അത് വന്നത്? ആ അത്രയും ധൈര്യം വന്നത്? ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പുതുമുഖ താരം, ആ പുതുമുഖ താരത്തിന് ഇവരെയൊക്കെ വെല്ലുന്ന രീതിയിൽ അഭിനയിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞങ്ങളതിന് കൊടുത്തപ്പാ. ഇല്ല, ജനറലി കുറച്ച് എന്താ പറയാ എനർജറ്റിക് ആണ് എല്ലാ ആൾക്കാരോടൊക്കെ ഇടപഴകുമ്പോഴൊക്കെ. അത് ജനറലി എനിക്കുണ്ട്. പിന്നെ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഡാൻസർ ആയത് അതിന്റെ ഒരു കൊലാബറേഷൻ ഇതിൽ കൂടെ ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. ഈ ദിലീപേട്ടൻ ഇങ്ങനെ മോളെ ഇത് ഇങ്ങനെ ചെയ്യട കുട്ട എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു? ആക്ച്വലി ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ലൈക്ക് ഇത്രയും വലിയൊരു ആക്ടർ, അപ്പൊ നമുക്ക് എങ്ങനെയാ പോയി സംസാരിക്കാം. ഇപ്പോഴും എനിക്ക് ലൈക്ക് ആ റെസ്പെക്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ആ സ്പേസ് ബ്രേക്ക് ചെയ്ത് സംസാരിക്കില്ല, ബിക്കോസ് ഹീ ഈസ് ദേർ. അപ്പം ഞാൻ ആദ്യം അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത് കൊളവാക്കുമല്ലോ, ഇതൊക്കെ ചേട്ടൻ കാണണ്ടായിരുന്നു. പക്ഷെ ലിറ്ററലി ചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് ഭയങ്കര കൈൻഡ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്ന, ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ മൈന്യൂട്ടായിട്ട് എല്ലാം ചെക്ക് ചെയ്യും. ഞാൻ ഫുള്ളി ഓക്കെ ആണോ എന്നൊക്കെ, കംഫർട്ടബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് ഫോർവേഡ് ചെയ്യുള്ളൂ. നന്നായിട്ട് സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. അത്രയും സ്പേസ് തന്നതുകൊണ്ട് മാത്രമാണ് ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. മഞ്ജുച്ചിലേക്ക് വന്നല്ലേ, മഞ്ജുച്ചി ഒരു ഗംഭീര ആക്ടറാണ്. പക്ഷെ നമ്മൾ ഈ ഗംഭീര ആക്ടർ എന്നിങ്ങനെ പലതവണ ആവർത്തിച്ച് പറയുന്ന സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോം, ഫാലിമി, ഇപ്പം ഈ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി, ഇതിലൊക്കെയാണ്. ഇത്രയും സുന്ദരിയായ ചേച്ചീനെ ആ ഒരു ലെവലിലേക്ക് മാറ്റുമ്പോഴാണ് ചേച്ചിയുടെ യഥാർത്ഥ ആക്ടിങ് സ്കിൽസ് പുറത്തു വരുന്നോന്ന് തോന്നുന്നുണ്ടോ ചേച്ചി? ഇല്ലേ? ഇവര് ചോദിക്കണ എന്താണെന്നറിയാമോ? ഈ മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ട് അതെല്ലാം മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വല്ലതും ആണോ? ചേട്ടാ എനിക്ക് ഇനിയും കാണണ്ടോ കേട്ടോ.
അല്ലല്ല ഇവിടെ വീണ ആയതുകൊണ്ട് പല രീതിയിലും ചോദിക്കും. ഉദ്ദേശം എന്തോ ഉണ്ട്. മഞ്ജുവിന്റെ സൗന്ദര്യം എന്ന് ദുരുദ്ദേശങ്ങൾ പറഞ്ഞാൽ മാത്രം. മഞ്ജുവിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമാറ്റത്തില്, പെർഫോമൻസില് ഇതൊക്കെയാണ്, അല്ലാണ്ട് മേക്കപ്പിലല്ല. ഓ ഓ എന്താ ചേച്ചി പറഞ്ഞു വരുന്നേ? ചേട്ടാ yeah you said it. മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുമ്പോ ചേച്ചി കുറച്ചും കൂടി ഇട്ടൂടെ, അതൊരു മേമ്പൊടിയാണ്, ഓ അത്രേ ഉള്ളൂ. ജന്മന സൗന്ദര്യമുള്ള ഒരാളെ അല്ലേ? അല്ല ആക്ച്വലി ഞാനല്ല ഇപ്പൊ സിനിമകളില് ഇപ്പം മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരിയിൽ മാത്രമാണ് മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. ബാക്കി എനിക്ക് വന്ന സിനിമകൾ ഒരുവിധം എല്ലാം എനിക്ക് വന്നതല്ല, ഇപ്പോൾ മിക്ക സിനിമകളിലും മേക്കപ്പ് അധികം ആരെ ഇടിക്കാറില്ല, മേക്കപ്പ് കുറയ്ക്കുകയാണ്. ഇപ്പം ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും ആരെയാണെങ്കിലും അത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിഞ്ചുറാണിയുടെ ക്യാരക്ടറിന് കുറച്ച് മേക്കപ്പ് അല്ലെങ്കിൽ കുറച്ച് ഒരു ഇത് വേണ്ടിയിരുന്നു. ഇല്ല എന്റെ നാച്ചുറൽ അത് മാത്രമല്ല, അല്ലാതെ നമുക്ക് എല്ലാവർക്കും നാച്ചുറൽ ലുക്ക് പിടിക്കുന്നതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന, വളരെ അടുത്ത് നിൽക്കുന്ന അമ്മമാരുടെ അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പം അവരിൽ ഒരാളായിട്ട് തോന്നാൻ ഓഫ്കോഴ്സ് നമ്മള് ഇതിടാതെ മേക്കപ്പ് ഇടാതെ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നും ഞാൻ റിയൽ ലൈഫിലും ഞാനൊരു മോളിൽ പോയാലും ഒരു സിനിമ കാണാൻ പോയാലും ഒന്നും ഞാൻ മേക്കപ്പ് ഇടാറില്ല. അതാണ് അതുകൊണ്ട് ആർക്കും മനസ്സിലാവാറ് അല്ല അങ്ങനെയാണോ വീണ ഉദ്ദേശിച്ചത്? അതാണോ ഞാൻ ചോദിച്ചു, അതാണോന്ന് ഞാൻ ചോദിച്ചാ അതാണ് ഉദ്ദേശിച്ചത്. അതാണ്. ഇനി ചേട്ടനോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഈ ചേട്ടനേക്കാൾ വെറും 5 വയസ്സ് മാത്രം പ്രായക്കൂടുതലുള്ള സിദ്ദിഖയ്ക്ക് എല്ലാ സിനിമയിലും പിടിച്ച് അച്ഛനാക്കാൻ കാണിക്കുന്ന ആ മനസ്സ് സിദ്ദിഖയ്ക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോന്ന് പല സിനിമകളിലും ഞാൻ അഭിനയിച്ച 100ാമത്തെ സിനിമയിൽ സിദ്ദിഖ് അച്ഛനായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതെ, പിന്നെ അത് കഴിഞ്ഞ് 150ാമത്തെ സിനിമയിൽ പുള്ളി അച്ഛനായിരുന്നു. പിന്നെ ഇടയിൽ ഒരു സിനിമയിൽ അച്ഛനായിരുന്നു, കോടതി സംശയം ബാലം വയ്ക്കുക. കറക്റ്റ്. അപൂർവമായിട്ട്. പക്ഷെ എന്നാൽ ഈ വെറും 5 വയസ്സ് മാത്രം മുതിർന്ന ഒരു താരത്തെ അച്ഛനാക്കാനുള്ള അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാനിപ്പോഴും കോളേജിൽ പഠിക്കുന്ന ഒരാളെ പിടിച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. മനസ്സും നമ്മളൊക്കെ കോളേജല്ലേ, രണ്ടുപേരും കോളേജിൽ നിന്ന് പോയിട്ടൊന്നും. സിദ്ദിഖ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും പറയാലോ അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സിദ്ദിഖ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ. പിന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് വീണയാണ് ചോദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാം. എങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കട്ടെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ കഥ കേട്ടപ്പോൾ തന്നെ ഇത് നമ്മൾ ചെയ്യുന്നുവെന്ന് ആദ്യം ഓക്കെ പറഞ്ഞതാരാണ്? പ്രൊഡ്യൂസർ ആയിരിക്കും. ആണല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. സിനിമയെ കുറിച്ച് അനാവശ്യമായ നെഗറ്റീവ് റിവ്യൂ വന്നപ്പോൾ നിങ്ങളിൽ ആർക്കാണ് ആദ്യം കരച്ചിൽ വന്നത്? ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ അറിയണേ. ശരിക്കും നമ്മൾ ഇതൊന്നും കാണാറില്ല, നോക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലെന്നൊന്നും പറയാം. നമ്മൾ എത്രയോ കഴിഞ്ഞു കൊറേ ആൾക്കാര് ഭയങ്കര ബഹളം ഉണ്ടാക്കണുണ്ട്. അപ്പൊ എന്താ പ്രശ്നം ഇയാൾ ഇങ്ങനെ പറഞ്ഞു ആണോ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് ഇങ്ങനെ ലിങ്ക് അയച്ചു തരുന്നു നോക്കുന്നുള്ള ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഇതെന്താണ് നമുക്ക് വേണ്ടി ആരാ ഫൈറ്റ് ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണെന്ന്. തീർച്ചയായിട്ടും 100%. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സിനിമയിലെ സ്വന്തം അഭിനയം കണ്ടിട്ട് ആദ്യം രോമാഞ്ചം വന്നത് ആർക്കാണ്? ചിഞ്ചുറാണിക്കാവാനാണ് അല്ലേ? ആണോ? ചിഞ്ചുറാണിയുടെ ഡാൻസ് കണ്ടപ്പോ നിങ്ങൾക്ക് രോമാഞ്ചം വന്നില്ലേ? ഞങ്ങൾക്ക് വന്നായിരുന്നു. ഞങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി മലയാള സിനിമയിലേക്ക് ഉള്ള ഒരാളാണ്, ഇദ്ദേഹം ഒരു നിൽക്കും എന്ന് തോന്നി. അങ്ങനെ തോന്നി. ഞാൻ സിദ്ദിഖ് നമ്മൾ സംസാരിച്ചാണ് പെർഫോം ചെയ്ത് വരണ ഷോട്ട് കണ്ടപ്പോൾ തന്നെ. ഈ സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ ഇന്റർവ്യൂസ് വേണ്ട എന്നുള്ള ആ ദുഷ്ട തീരുമാനം എടുത്തതാരാണ്? ദുഷ്ട തീരുമാനം? അതെ, ഞങ്ങൾക്ക് അത് ദുഷ്ട തീരുമാനം തന്നെയാണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമയെ കാണാനും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ചോദിക്കാനും നിങ്ങൾക്ക് അതൊരു വഴിയൊരുക്കി അല്ലേ? അപ്പൊ ഇനി ഇതായിരിക്കും ഒരു പ്രവണത. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങി വെക്കുന്നത് പല ആൾക്കാരത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം പരസ്യങ്ങളുടെ രീതിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ് നമ്മൾ. ശരിക്കും പറഞ്ഞ ഒരു ഉദാഹരണത്തിന് ആദ്യമായി മലയാള സിനിമയിൽ ഫ്ലെക്സ് കൊണ്ടുവരുന്ന മീശ മാധവനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കും നമുക്കും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാ? നമ്മൾ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞു, ഇതാക്കി. മറ്റെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇതാണ് മരുന്ന് തള്ളിമറിച്ചത് എന്ന് സിനിമ കണ്ടതിന് ശേഷം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മാറ്റർ ജനങ്ങളും കണ്ടതാണ്, കാണാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
വീണയും കണ്ടതാണ്, തീർച്ചയായും. ഞങ്ങളും കണ്ടതാണ്. നമ്മൾ കണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ. നമ്മൾ ആരും കാണാത്ത കാര്യത്തെക്കുറിച്ച്, ഞങ്ങൾ മാത്രം കണ്ട കാര്യത്തെ ഞങ്ങൾ പൊക്കിയടിച്ച്, അപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ആദ്യം ഇതിനകത്ത് ഈ ഇൻ്റർവ്യൂ വേണ്ടാന്ന് തീരുമാനിക്കാൻ കാരണം ഈ ഇന്റർവ്യൂ എന്നല്ല, മൊത്തം ഇന്റർവ്യൂ. അല്ല, ഇതിൻ്റെ പബ്ലിസിറ്റിയിൽ ആദ്യമേ വലിയ ബഹളങ്ങൾ വേണ്ടാന്ന് തീരുമാനിക്കാൻ കാരണം ഇത് സോഷ്യൽ മീഡിയനെ ടച്ച് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും അത് ഓപ്പൺ ആവും, അത് ഉറപ്പാണ്. കാരണം അത് ഓപ്പൺ ആവാതെ സംസാരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാതെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പോയിരുന്ന് കണ്ടപ്പോഴുള്ളൂ. ഈ നായകനെ പോലും നമ്മൾ ഒരു സ്ഥലത്ത് കാണിച്ചിട്ടില്ല. സത്യം. നിങ്ങൾ തിയേറ്ററിലാണ് അവരെ കണ്ടത്, അല്ലേ? അതാണ്. അപ്പൊ നമുക്ക് ഒരു ധൈര്യം എന്താന്ന് വെച്ചാൽ പുതുമകൾ ഒരുപാട് സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകര് ഇവരെ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിളിക്കണം ദിലീപേട്ടനെ. വിളിച്ചപ്പോൾ ദിലീപേട്ട ആദ്യം ചോദിച്ചത് നായിക എങ്ങനെയുണ്ടെന്നാണ്. അപ്പൊ ഞാൻ ദിലീപേട്ട ഒരുപാട് പേര് പറഞ്ഞു നായിക അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയൊന്നും നോക്കാനില്ല ദിലീപേട്ടൻ പറഞ്ഞത്. കാരണം സിനിമ അത് ഓക്കെയാണ്, അത് മാത്രമേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നായകനെ കവർ ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. ഇപ്പം നമുക്ക് വന്നിരുന്നിട്ട് ആ സമയത്ത് നമുക്ക് ഈ ഇൻ്റർവ്യൂ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരാളെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റാണ്. അപ്പം അത്രയേ ഉള്ളൂ, അതിനകത്ത് ദുരുദ്ദേശം ഇല്ല, നല്ല ഉദ്ദേശം. അപ്പം നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് മലയാള സിനിമയിലേക്ക് പുതിയൊരാളെയോട് കിട്ടിയതിനെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും. വെൽക്കം ടു മലയാളം ക്ലബ്, സിനിമ ക്ലബ്. താങ്ക് യു. ഓക്കെ, അടുത്ത ചോദ്യമാണെങ്കിൽ പ്രൊഡ്യൂസറിനോട് ഒരു ബാർഗൈനിങ് നടത്താതെ റെമ്യൂണറേഷന് ഓക്കെ പറഞ്ഞതാര്? ചിഞ്ചുറാണി അവനാണ് സാധ്യത. ഇല്ല, ഞങ്ങൾ ആരും അങ്ങനെ ബാർഗൈൻ ചെയ്തിട്ടില്ല. ഇല്ലേ? ഒന്നുകൂടെ ദിലീപേട്ടനോട് ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല. നമ്മൾ ഈ സിനിമയെ കുറിച്ച് മാത്രമേ സംസാരിച്ചു. അതെ. അപ്പൊ നിങ്ങൾ പൈസ ഇല്ലാതാണോ സിനിമയൊക്കെ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മള് ഏത് IT ആണോ ED ആണോ? നമ്മൾ അവരോട് പറഞ്ഞാ പോരെ? എന്നാലും ഒരു രസത്തിന് നിങ്ങളുടെ രസം നമുക്ക് ഇതാക്കാം, ഞങ്ങൾ അവരോട് പറഞ്ഞോളാം കണക്കുകളൊക്കെ. മഞ്ജു ചേച്ചിക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു ഇല്ലേ? പറയണമെന്നുള്ളതല്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലെന്നായിരിക്കും പറ്റുന്നത്. ഞങ്ങള് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പെട്ടെന്ന് മനസ്സിലാകും. ഒരു യൂട്യൂബർക്ക് മറ്റൊരു യൂട്യൂബറെ മനസ്സിലാകുമെന്ന്. അതാണ് ചേച്ചിക്ക് പറ ചേച്ചി. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും ബാർഗൈൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ദിലീപേട്ടന് നിൽക്കാൻ ചാൻസ് ഇല്ല. കാരണം ദിലീപേട്ടൻ അങ്ങനെ ഒരു മനുഷ്യനാണ്. കാരണം ബാക്കി സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരാളുടെ അങ്ങനെ ഒരാളായതുകൊണ്ടാണ് പണ്ട് മലയാള സിനിമയിൽ 2020 എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് ഒരു തേങ്ങ അറിയാത്ത ആൾക്കാർ സിനിമയെക്കുറിച്ച് കുറ്റം പറയുന്ന കാണുമ്പോൾ ഇവർക്ക് രണ്ട് പെട കൊടുത്താലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, 2 പെടയൊക്കെ കൊടുത്ത ഒരു സമൂഹം നന്നായി പോകും. വെറുതെ പെട വെറുതെ അതിനെ വളർത്താൻ പറ്റാതെ മുട്ടയിട്ട് എന്തെങ്കിലും കോഴി വിരിഞ്ഞ്, ഞാൻ പെടക്കോഴിയുടെ കാര്യമാണ്. അതല്ലേ, ഞാൻ പൂവൻകോഴിയെ കുറിച്ചായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതെനിക്കറിയില്ല. നിങ്ങളിൽ ആർക്കാണ് ഇതൊരു യൂട്യൂബ് ഫാമിലിയുടെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ട് ഒരു ഭാവിയിൽ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ നിങ്ങളിൽ ആരായിരിക്കും തുടങ്ങാൻ സാധ്യതയുള്ളത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാനായിട്ട് തുടങ്ങുന്നില്ല, ഇവരോട് ചോദിച്ചു. ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ചേട്ടാ? അതെ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഈ വ്ളോഗ്സ് ഒന്നും അല്ല ഇടുന്നത്, സീരീസ് പോകാനായിട്ടുള്ള ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിള്ളൈസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഈ ഷെഫ് പിള്ളേക്ക് ഉണ്ട് അതില്? ഇല്ല. അതൊരു വളരെ ബുദ്ധിപരമായ ചോദ്യമായിരുന്നു, എനിക്ക് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. പിള്ളൈസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SP പിള്ള, മഞ്ജു പിള്ള. ഞങ്ങളൊക്കെ പിള്ളമാരാണ്. എന്റെ അച്ഛനൊക്കെ പത്മനാഭ പിള്ള. പിള്ളൈസ് പെർസ്പെക്റ്റീവ് നമുക്ക് ഷെയർ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളയല്ല, ഞങ്ങൾ അതിനിടയ്ക്ക് ജാതി മതമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയതാ, ഒന്നുമില്ല. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ സത്യത്തിൽ ഞങ്ങൾ പാവം യൂട്യൂബേഴ്സ് ഇങ്ങനെ ഈ കല്യാണവും പ്രസവവും ഒക്കെ യൂട്യൂബിലൂടെ ആഘോഷമാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ ചിഞ്ചിറാണി വല്ലാതെ രതിച്ചിരിക്കുന്നത് എന്താടാ? ഈ ചിരി കണ്ടിട്ട് ഈ പടത്തെ എടുത്തതാ പറയുന്നത്.
ആണോ? അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, അതൊരു പേഴ്സണൽ ആഘോഷമല്ലേ, ആ അത് ആർക്കും ആഘോഷിക്കാമല്ലോ. ആ അപ്പൊ അതിനെ കുറിച്ചൊന്നും നമ്മൾ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്കെന്താ കുഴപ്പം? നമ്മുടെ personal നിങ്ങൾ ആഘോഷിക്കുന്നതിന് നമുക്കെന്താ കുഴപ്പം? അതെ, എനിക്ക് ഞാൻ ചോദിക്കുക, ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ നെഗറ്റീവ്സ് കുഴപ്പമെന്ന് പറയുമ്പോൾ പറഞ്ഞു, നമ്മള് അതിന് ഒരു സാഡിസം കാണിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്താ? അത് അറിയാൻ പാടില്ല, പിന്നെ നമ്മൾ പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കാറ് അല്ലേ? അറിയാൻ പാടില്ലാത്ത ഒരാളോട് ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാറ്? അപ്പൊ പിന്നെ ആ ടോപ്പിക്ക് വിട്, വേറെ പിടിക്കാം അല്ലേ? പിന്നെ ഓക്കെ, ആ അനിയനായിട്ട് ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് ആരുടെ തീരുമാനമായിരുന്നു? അത് ഷാരിസും ബിൻഡോ ഒക്കെ തന്നെ, ലിസ്റ്റിൻ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഈ മലയാളി ഫ്രം ഇന്ത്യയില് അവിടുന്ന് സെലക്ട് ചെയ്തതാണ് ധ്യാനെ എന്നെ. അതിൽ ഞങ്ങൾ രണ്ടൊരു ആപ്പ് സിനിമയിലുണ്ട്. ആ സമയത്ത് സംസാരിച്ചു. മഞ്ജുനും ബുക്ക് ചെയ്തു, ധ്യാനെ ഫ്രീ ആയിട്ട് കിട്ടി. എങ്ങനെയാണോ ബൈ വൺ ഗെറ്റ് വൺ ആയത്, ഗെറ്റ് വൺ ബൈ ടു, അങ്ങനെ ഗെറ്റ് ടു ഫ്രീ. അങ്ങനെയുണ്ട്. എവിടെ പോയി നിങ്ങളുടെ പ്രൊമോഷന് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഇന്റർവ്യൂ സ്റ്റാർ എവിടെ പോയി? എവിടെ പോവാൻ? അവൻ വന്ന് രാവിലെ വന്നിട്ട് പോയല്ലോ. എവിടെ നിങ്ങൾ എവിടെ പോയി ആ സമയത്ത്? അത് ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിക്കുന്നത് ചേട്ടാ, പേഴ്സണലായിട്ട് ഇതുപോലെ. ശരി, അതിന് നമുക്ക് ധ്യാനോട് പറയാം. ധ്യാനായിട്ട് ഒരുപാട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളല്ലേ? അതെ, മതിയായില്ല. കാരണം ഞങ്ങളുടെ ചാനൽ വളർത്തുന്ന തന്നെ ധ്യാന. കാരണം നമുക്ക് എപ്പോ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അടിപൊളി. കാരണം വീട്ടില് നമ്മുടെ വരുമാനം ഈ വീടിന്റെ നാഥൻ. കറക്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വരുമാനം കുറയുന്നു, റവന്യൂ മറ്റേ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നു, വ്യൂസ് കുറയുന്നു. ഇങ്ങനെ എന്ന് വന്നാലും ഞങ്ങൾ അപ്പൊ പ്രാർത്ഥിക്കും സിനിമ വരണേന്നു. മെമ്പർഷിപ്പിൽ 2 കണ്ടസ്റ്റൻസ് വന്നു. അവനിപ്പോ അന്ന് മറ്റേ ഉജ്ജ്വലൻ, ഉഗ്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അവരുടെ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവിടെ ഇരുന്നപ്പോ 2 കണ്ടസ്റ്റൻസ് വന്നിട്ട് അപ്പൊ ഞങ്ങൾ ആരെ ചോദിച്ചു അറിയോ എന്ന് ചോദിച്ചപ്പോ തിരിഞ്ഞിട്ട് ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫോണിലൊക്കെ കണ്ടിട്ട് അവര് ഇപ്പഴും ചിരിച്ചിട്ടോ, ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഞാൻ എപ്പോഴും ഇങ്ങനെ തമാശ മാത്രം പറയുന്നു. ഞാനൊരു വിവാദ ചോദ്യം ചോദിച്ചോട്ടെ? വിവാദ ചോദ്യത്തിൽ ഞാൻ പങ്കെടുക്കില്ല. ഇല്ല, അതിനകത്ത് ചേട്ടൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാദമല്ലാതാവുകയല്ലേ? അതുകൊണ്ട് അതായത് എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സിനിമകളുടെയും മറ്റേ കഥയിൽ ദിലീപ് ഏട്ടൻ കയറി ഇടപെടുന്നു, ആ കഥ ഉദ്ദേശപരമല്ല സിനിമയായിട്ട് വരുന്നതെന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പറഞ്ഞ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ഉത്തരം പറയുന്നതായിരിക്കും. അയ്യോടാ, അങ്ങനെയല്ല, നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലല്ലേ? വ്യക്തികളുടെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ ആരൊക്കെയോ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ഏതെങ്കിലും സിനിമകൾ ചേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ലല്ല, ഇതിന് ഉത്തരം പറ. വ്യക്തികളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. അങ്ങനെയായിരുന്നല്ലേ? എങ്കിൽ നമ്മൾ ആ ചോദ്യം സ്കിപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് നല്ലത്. അതെ, എനിക്ക് ഈ പണിയും കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാ എന്റെ പൊന്നെ. പക്ഷേ ചേട്ടാ, നമുക്ക് പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരാം അല്ലേ? അതല്ലേ നല്ലത്? അങ്ങനെയാണ്. ഈ സിനിമയിലൂടെ ഒരു പഴയ ദിലീപേട്ടനെ, ആ പഴയ തമാശകളൊക്കെ ഉള്ള, പഴയ ചെറുചുറുക്കുള്ള ദിലീപേട്ടനെ കാണാൻ സാധിക്കുന്നുവെന്ന് ഒരുപാട് പേർ പറയുന്നു. അത് ചേട്ടൻ അത് സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ആ സാധനമാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്ന്? അങ്ങനെയല്ല, ഈ സിനിമയിലെ പ്രിൻസ് എന്താണ്, ആ കഥാപാത്രത്തെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രിൻസിനെ ആണെങ്കിലും ചിഞ്ചുവിനെ ആണെങ്കിലും ഈ പറയുന്ന ഭക്ഷണം കൊടുക്കുന്ന, ഉച്ചയ്ക്ക് വീട്ടിലൂണ് എന്ന് പറയുന്ന നമുക്ക് പരിചിതമാണ്. ഇപ്പോൾ വീട്ടിലൂണ് കൊടുക്കുന്ന സഫീത്തെ പോലുള്ള ഈ ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട്, ഞാനിപ്പോൾ ഈ 3 പേരെ കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടും. അപ്പോൾ ഇല്ലാത്തതെന്ന് വെച്ചാൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ, ഈ കഥാപാത്രങ്ങളെ മൊത്തം സാധാരണക്കാരന് പെട്ടെന്ന്, അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഈ സിനിമ പെട്ടെന്ന് അവർ സ്വീകരിച്ചത്. മനസ്സിലായി? അതാണ് നമ്മളോട് എല്ലാവരും പറയണേ. ഇപ്പം ഈ ചിഞ്ചു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നിങ്ങളടക്കമുള്ളവർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കഥാപാത്രത്തിനോട് വെറുപ്പല്ല തോന്നിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ട് സിനിമ ശരിയാണ് ആ പറഞ്ഞത്, ഞങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നി. തമാശകൾ പറയാം, പക്ഷെ അത് അതിര് വിടുമ്പോൾ ഇവിടെയൊക്കെ ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ശ്രദ്ധ മാത്രമാണ് ഈ പടത്തിന്റെ മെസ്സേജ്. ചേച്ചിയുടെ മോൾക്ക് സിനിമ കാണാൻ പറ്റിയോ? ഇല്ല, അവള് പക്ഷെ അവള് ഒരു ഹാർഡ് കോർ ദിലീപ് ഫാനാണ്.
അവള് ദിലീപേട്ടൻ്റെ ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ്റെ സിനിമകൾ കണ്ടാണ് അവള് വളർന്നിരിക്കുന്നത്. അവളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ ചാന്തുവട്ടാണ്. എന്താന്ന് വെച്ചാൽ അവളൊരു 3-4 വയസ്സുള്ളപ്പോഴാണ് ആ സിനിമ കാണുന്നത്. പക്ഷെ ഇപ്പോഴും അവള് മേ ബി പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് നമ്മൾ എന്താണ് അതിന് പറയുന്നത്, പിന്നെയും പിന്നെയും കണ്ട് ചിരിക്കാൻ പറ്റുന്ന സിനിമകളാണ് ദിലീപേട്ടൻ തന്നിട്ടുള്ളതെന്ന് പല പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്തു. അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കളിലൂടെയാണ്. കാരണം അവള് എപ്പോഴും CID മൂസ, ചാന്തുപൊട്ട് ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഓർമ്മയിൽ അവൾക്കൊരു 4 വയസ്സുള്ളപ്പോൾ എങ്ങാണ്ടാണ് ചാന്തുപൊട്ട് കാണാൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ ദിലീപേട്ടനെ ചാടി വന്നിട്ട് ആ ഡാൻസ് പഠിപ്പിക്കുന്ന അവിടെ വന്നിട്ട് ഇങ്ങനൊരു നിപ്പെന്തോ ഇല്ലേ, ചാടി അവിടുന്ന് ചിരിക്കാൻ. അന്ന് ചാക്കോച്ചനുണ്ട്, ഫാമിലി ഉണ്ട് കാണാനായിട്ട്. ഇവളുടെ ചിരി കാരണം ചാക്കോച്ചന് ഇറിറ്റേറ്റഡ് ആയോന്ന് പോലും സംശയമുണ്ട്. അമ്മാതിരി ചിരിയാണ് ചിരിച്ചത്. ഇവള് എഴുന്നേറ്റ് നിന്ന് ചിരിക്കുകയായിരുന്നു, സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ചിരിച്ചു. അന്ന് ദിലീപേട്ടൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, കൈയടിച്ച് ചിരിക്കുകയും ബഹളം ഒക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പം അന്നും ഒരു ഹാർഡ് കോർ ഫാനാണ് ദിലീപേട്ടൻ്റെ അവള്. അപ്പൊ ഇന്നും ഈ സിനിമ കണ്ടപ്പോ ഒരു വിഷമായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇതെന്താണ് ചേട്ടാ ഇതിന്റെ ഒരു രഹസ്യം? അതായത് ചേട്ടനെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികൾ, ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? ആത്മാർത്ഥമായിട്ടുള്ള പണിയെടുപ്പ്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വേഷങ്ങൾ തന്നു എൻ്റെ കഥാകൃത്തുക്കളും എൻ്റെ സംവിധായകരും എൻ്റെ നിർമ്മാതാക്കളും ഒക്കെ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ പണ്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഒരു മീശ പഠിക്കാൻ ഒരു കണ്ണട വെക്കാൻ പോലും പ്രൊഡ്യൂസർമാർ സമ്മതിക്കില്ല. പടം ഓടൂല, വെറുതെ ചുമ്മാ ഉള്ള പോലെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തുടക്കക്കാലത്ത് അത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വേഷങ്ങൾ ചെയ്തപ്പോഴൊക്കെ അത് കൈയടിച്ച് സ്വീകരിക്കാൻ പ്രേക്ഷകരുണ്ടായതുകൊണ്ട് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ച് ചെയ്യാനും നമുക്ക് ഇത്രയും, ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും, ഇപ്പം ഞാൻ അഭിനയം തുടങ്ങിയിട്ട് 30 വർഷമായി. ശരിക്കും പറഞ്ഞാൽ ഒരേ നോർമലായിട്ട് ചെയ്യുമായിരുന്നു ഞാൻ പണ്ടേ വീട്ടിൽ പോയാലേ എന്ന് പറഞ്ഞിരുന്നൊരു അവസ്ഥയില്ലേ. കാരണം പെട്ടെന്ന് തന്നെ ഒരേ ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വലിയ ഇത് പറയാൻ പറ്റൂല. പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങളും മുഖങ്ങളിലൂടെ ഞാൻ പോയതുകൊണ്ടായിരിക്കാം ഇത്രയും ലൈഫ് സ്പാൻ അല്ലേ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ എപ്പോഴേട്ടാ ഈ സത്യത്തിൽ ഇത് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ, ഇവിടെ ഞാൻ നിലനിൽക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വന്നത് എപ്പോഴായിരുന്നു? എൻ്റെ മനസ്സിൽ സിനിമ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുട്ടിക്കാലം മുതൽ. എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആവണം, ഇതാണ് എൻ്റെ ലോകം, അവിടെ എനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പറ്റണം എന്ന് തോന്നിയിട്ടുള്ളത് സിനിമയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ മതിൽക്കെട്ടിനകത്തേക്ക് എങ്ങനെ കടക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ജയറാമേട്ടനായിട്ടുള്ള പരിചയത്തിലാണ് അത് മിമിക്രി വഴി ജയറാമേട്ടനായിട്ട് പരിചയപ്പെട്ടു. ജയറാമേട്ടൻ അപ്പോഴേക്കും സിനിമയിലായി. ജയറാമേട്ടൻ സിനിമയിലായതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ വരാൻ പറ്റിയത്. ഞാൻ പിന്നെ ജയറാമേട്ടൻ തുറന്നു തന്ന വാതിലിലൂടെ അകത്ത് കയറി. ഞാൻ അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് നടനായത്. എന്നുവെച്ചാൽ സിനിമകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അവിടെ നിന്ന് കിട്ടി, അത് ഹീറോ ആയിട്ടുള്ള വേഷങ്ങൾ കിട്ടി. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ശരിക്കും ഞാൻ വളരെ സാധാരണക്കാരനാണ് അന്ന് ഇന്നും ഒക്കെ. ചിലപ്പോൾ അതായിരിക്കാം എൻ്റെ പ്ലസ്. ഇപ്പം ഞാൻ സിനിമയിൽ വന്ന സമയത്ത് പലരും തടിയില്ല, പൊക്കമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു. പൊക്കം എന്ന് വെച്ചാൽ ഒരു ശരാശരി മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള പൊക്കമുള്ളൂ. പക്ഷേ ആ പൊക്കം എനിക്ക് അനുഗ്രഹമായിട്ട് എനിക്ക് പിന്നീട് ഫീൽ ചെയ്തത്. എനിക്കൊരു 6 അടിയോ 6 അടിക്ക് മേളിലോ ഹൈറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ചാന്തുപൊട്ടോ, എനിക്കൊരു കുഞ്ഞിക്കുന്നോ, എനിക്കൊരു മായാമോനിയോ, എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ദൈവം ഓരോ സാധനങ്ങളും മോൾഡ് ചെയ്യണതിന് എല്ലാത്തിനും ഓരോ കാര്യങ്ങൾ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പോയാലും ഇതിങ്ങനെ ആവുള്ളൂ. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ എന്താണെങ്കിലും നമുക്ക് ഏത് രൂപമാണെങ്കിലും എന്താണ് നമ്മൾ അതിൽ സംതൃപ്തി അടയുക. കാരണം അതിനൊരു റീസൺ ഉണ്ടാവും എന്ന് പറയില്ലേ. ദൈവം ഒന്നും കാണാതെ ഒന്നും മോൾഡ് ചെയ്യൂല എന്ന് പറയുന്നത്, സ്കെച്ച് ചെയ്യൂല എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് ആദ്യം അതിൽ സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനതിന് അനുഗ്രഹമാവാൻ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ശരിയല്ലേ, അത്രയും അതാ വലിയ ഇതായിട്ട് നിന്നിട്ട് തന്നെ പിന്നെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താ കാണിക്കണമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് വേറൊരു വലിയ സാധനം വന്നിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ഈയൊക്കെ എന്തിൻ്റെ കേടാണോ എന്നാലോചിച്ചു. ഞാൻ മായാമോനായിട്ട് 6 അടി പൊക്കത്തിലുള്ള സാരം ബന്ധിച്ചാൽ നല്ല വൃത്തികേടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ അനുഗ്രഹമല്ലേ ദൈവം തന്നത്. തീർച്ചയായിട്ടും. ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ മൈൻഡ് ചെയ്യാം. അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും
അവിടെ നാട്ടിൽ പഠിച്ച ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആളുടെ കോസ്റ്റ്യൂമുകൾ നാട്ടിലെ ഒരു ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഈ കോസ്റ്റ്യൂം ഇങ്ങനെ തന്നെ എങ്ങനെ കിട്ടി എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നു. പിന്നീട് ഞാൻ ആ കോസ്റ്റ്യൂമറെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു ആ കോസ്റ്റ്യൂമുകൾ. എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും ചെയ്തു. ആണല്ലേ? അതിന്റെ ഇത് എന്റെ കൂടെയുള്ള വെങ്കിട്ട് സുനിൽ എന്ന് പറഞ്ഞ പയ്യനാണ്. എനിക്ക് വേറെ പൈസ തരണമെന്ന് പറയണോട്ടോ ഏട്ടാ, ഇത് പറഞ്ഞേനു. അത് നിങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. ഇനി നമ്മുടെ ഇടയിൽ റെക്കമെൻഡേഷൻ നമ്മളത് അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരാം. ഓ നിങ്ങൾക്ക് കൂട്ടോ എടാ അതാണ്. പക്ഷെ അല്ല, നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും, കാരണം എന്താ വെച്ചാല് എന്റെ ഫ്രണ്ട്സ് സിനിമ കഴിഞ്ഞ് എന്റെ ആക്ടിങ് കൊള്ളാമെന്നോ ദിലീപിന്റെ ആക്ടിങ് കൊള്ളാമെന്നോ സിനിമ കൊള്ളാമെന്നോ ഒന്നും അല്ല പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് ആദ്യം എഴുന്നേറ്റ് ചോദിച്ചത് ആരാ ദിലീപിന്റെ കോസ്റ്റ്യൂം ചെയ്തത്. ഞാനും ചിന്തിച്ചു അത് ഓടിച്ചിട്ട് അടിക്കാനാന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പിന്നെ പറഞ്ഞു സിനിമയിലും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സിനിമയും നന്നായിട്ടുണ്ട്, കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് ഗംഭീരമായിട്ടുണ്ട്. അതെ അതെ, നിങ്ങൾക്കൊപ്പം മത്സരിച്ചവരെ ചിഞ്ചുറാണിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം അതെ എന്റെ കോസ്റ്റ്യൂം എന്റെ പേഴ്സണൽ ആട്ടോ, എന്റെ പേഴ്സണൽ കോസ്റ്റ്യൂം അതെനിക്കറിയാം. അപ്പൊ ഏതായാലും ഇവരുടെ ഒപ്പം മത്സരിച്ചവരെ ഇനി ഒരുപാട് അവസരങ്ങൾ ചിഞ്ചുറാണിയെ തേടി എത്തട്ടെ. ചേച്ചി പതിവ് പോലെ ഇതുപോലെ ഗംഭീരമായ അവസരങ്ങൾ ചേച്ചിക്ക് ഉണ്ടാകട്ടെ. ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ നേരിട്ടെങ്കിലും ചേട്ടൻ ഇതെല്ലൊക്കെ കടന്ന് വീണ്ടും വിജയകരമായ ജനപ്രിയ സിനിമകളുമായി ഇനിയും എത്തട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. അപ്പോൾ സാധാരണ സിനിമയെ സ്നേഹിക്കുന്ന അയ്യോ ചിഞ്ചുറാണി അല്ല റാണിയാണ്, റാണിയ റാണ. റാണിയ റാണ അത്രയും നല്ല ഗംഭീരമായ ഗമയുള്ള പേരുള്ള റാണിയെ ഞങ്ങൾ ചിഞ്ചുറാണിയായി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. അപ്പോൾ വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണട്ടെ. ഗംഭീര വിജയമാകട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thanks a lot. Thank you. Thank you.